വിവാഹമോചിതരായ നമ്മള് നമ്മൾ വിവാഹമോചിതരാണെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ട. അല്ല ഞങ്ങൾ ഇപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ അവിടെ, അതിനു മുമ്പേ സെപ്പറേറ്റ്. അല്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. വേറെ ഏതോ വീഡിയോയിൽ നമ്മളെ ഫോട്ടോ എടുത്ത് ചാടാ അത്. അതിന് നോക്കും കേട്ടാ. പിന്നെ തംബ്നെയിൽസ് ഒക്കെ നന്നായിട്ട് ഇടാനേ ദൈവത്തോർത്ത്. വേറെ ഒന്നുമല്ല, നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാ കാണുന്നത്. അത് വെറുതെ നമ്മളെ കഷ്ടപ്പെടുത്തിച്ച് കാണിക്കരുത്, മനസ്സിലായില്ലേ? കാരണം എന്താ പറയുക, നിങ്ങൾ ഈ റീച്ചിന് വേണ്ടി ഇടുന്ന തംബ്നെയിൽ അവന്മാർ ഈ കമന്റ് ഇടുന്നവന്മാർ അതിനെന്ത് ചെയ്യും, നമ്മളെ ചീത്ത വിളിക്കും. നമ്മളല്ലേ ഇത് കാണുന്ന എല്ലാവരെയും ചീത്ത വിളിക്കും. അതുകൊണ്ട് ഒന്നും നേടാനില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു 10 വീഡിയോ ഇട്ട് ആ സെയിം റീച്ച് ഉണ്ടാക്ക്. നമുക്കും അപ്പോൾ ഉപദ്രവമില്ല, നിങ്ങൾക്കും അപ്പോൾ കാശും കിട്ടും. സത്യമല്ലേ? പിന്നെ എന്നിട്ട് പോയിടണം കേട്ടാ. വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തംബ്നെയിൽസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം നോക്കിയില്ല, എന്നാലും ഒരു 75% തംബ്നെയിൽസും നന്നായിരുന്നു. അപ്പം അതിൽ വളരെ ഒരു നന്ദി. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു പരിപാടിക്ക് നല്ലൊരു തംബ്നെയിൽ ഇട്ടതിൽ സന്തോഷം. ഇനി ആരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസൊന്നുമല്ല, ആരുടെയും വീഡിയോസിൽ തംബ്നെയിൽ മോശമായിട്ട് കൊടുക്കില്ലെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരിക്കലും എന്താ മോശമായിട്ടുള്ള തംബ്നെയിലിലൂടെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം തംബ്നെയിൽസ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹെയ്റ്റും കൂടെ ചെയ്യുന്നു, മനസ്സിലായില്ലേ? സോ അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇന്ന് നടന്നത്. അപ്പോൾ എൻ്റെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തിരിച്ചെനിക്ക് ബ്രാൻഡ് അംബാസഡറായിട്ട് വരാൻ പറ്റി. സോ അതിന് ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. ഞാൻ ആ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. സോ കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക സർവീസ് എന്ന് പറയുന്നത് കുറച്ച് പേരിൽ മാത്രമേ എത്തത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക്, കാരണം ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. കാരണം അതെല്ലാവർക്കും ഇനി നമ്മൾ വെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മുടെ മൊബൈലിൽ ഇനി മെഡിക്കൽ പ്രൊഫഷന് അത്രയും സിമ്പിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ എന്താ പറയുക, പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറൊക്കെ ഉണ്ട് കേട്ടോ, കോഡ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ തൊട്ട് കൺസൾട്ടേഷൻ തൊട്ട് ഇനി നിങ്ങളുടെ സർജറി വരെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു % റിഡക്ഷൻ കിട്ടുന്നതാണ്. ഇതിന് മെഡിക്കൽ പ്രൊഫഷനിൽ ഒരിക്കലും ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ല, റിഡക്ഷൻ. അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ CEO ആയിട്ടുള്ള നിസാം ബ്രോവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ആയിരിക്കും. അത്ര തന്നെ. വേറെ എന്തെങ്കിലും? ഭയങ്കര സന്തോഷമായി, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷമാണല്ലോ ഈ ആളുടെ തന്നെ പ്രൊഫഷനിൽ പോണത്. അപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ വെയിറ്റ് ചെയ്യുന്നത് ചുമ്മാതെ അല്ല.